എല്ലാവർക്കും അതിൻ്റെതായ സ്ക്രീൻ സ്പേസും ഇമ്പോർട്ടൻസും ഈ സ്റ്റോറിയിലുണ്ട്. അത് സുനീഷിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു ഭംഗിയും കൂടിയാണ് അത്. ഈ സുനീഷിന്റെ സ്ക്രിപ്റ്റ് ആവുമ്പോൾ തന്നെ കോമഡികളും വർക്കൗട്ട് ചെയ്യുന്നുള്ള നമുക്ക് അത് ഈ സിനിമയില് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയതുമാണ്. ഒരു ബേസ് അതാണ്. ഇനി അതെങ്ങനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത് കുഞ്ഞു കഥയാണ്. പിന്നെ എന്താ വെച്ചാൽ ആ പോലീസ് സ്റ്റേഷനകത്ത് നിൽക്കുന്നൊരു കഥയാണ്. പക്ഷെ അതിനകത്ത് നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മൾ കണ്ട് മറന്നുപോയ എന്ന് ചിന്തിക്കാമെങ്കിലും ആ ഒരു ഹൊറർ എന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ ഇപ്പോൾ കൊറിയൻ സിനിമകളിലെ പോലെയോ ബാക്കിയുള്ള സിനിമകളിലും അത്രയും വൾഗാരിറ്റി മറ്റുള്ള വിഷയങ്ങളോ വയലൻസോ ഒന്നുമില്ലാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്ന ഒരു കൊച്ചു കഥയാണ് അതിനകത്ത്. അത് രസകരമായിട്ടില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും കാണാവുന്ന രീതിക്കുള്ളതാണ്. എന്തായാലും ശബരി കുറേ സിനിമകളായി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും സിനിമയിലെ തിരക്കിലേക്കും ഇതിലേക്ക് കൈവർത്തുമ്പോൾ ആ സബ്ജക്റ്റിനുള്ള സ്നേഹം, ആ സ്ക്രിപ്റ്റിനുള്ള നമ്മുടെ വേഷത്തോട് പിന്നെ ബന്ധങ്ങളുമുണ്ട്. അതില്ലാതെ നമ്മൾ പറഞ്ഞില്ല. പക്ഷേ ആ സ്ക്രിപ്റ്റ് ഇപ്പം ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ആ സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തന്നപ്പോൾ അത് നമുക്ക് പറ്റിയതാണ്. നമ്മൾ ഒത്തിരി പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് അല്ലേ? ഇല്ല, കുറവാണ്. ആ ചെയ്ത പോലീസ് വേഷങ്ങൾ വ്യത്യസ്തമായിരുന്നു. പക്ഷെ അതിൽ നിന്നും എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഇത് വേറെ രീതിക്കാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടു പറഞ്ഞതൊക്കെ ചിലപ്പോൾ ഓർമ്മയിൽ വരും. അതായിരുന്നു അതിന്റെ മെയിൻ ഇത്. അതായിരുന്നു കഥ എന്നുള്ളത് സെക്കൻഡറി മാത്രമേ ഉള്ളൂ. എനിക്ക് കഥാപാത്രം എന്താണ്, എനിക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് പണിയെടുക്കാനുള്ളത് എന്നുള്ളതാണ് കൂടുതലും ചിന്തിക്കുന്നത്. അതായിരുന്നു ഏറ്റവും. ആ വിഷ്ണു എന്നുള്ള ക്യാരക്ടർ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ കൊള്ളാം.